ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതുമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നിലവിൽ ബാക്കിൽ ബ്രേക്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. എല്ലാം ഒന്നും നമുക്കത് ക്ലീൻ ചെയ്തിട്ടായി. പിന്നെ ബെൽറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൽറ്റ് നമുക്ക് അതിനെ യൂസ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ വെൻഡെക്സ് യൂണിറ്റ് സെൽഫ് മോട്ടോർ വർക്കിംഗ് ഇങ്ങനെ വെൻഡെക്സ് യൂണിറ്റാണ്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, വർക്കിംഗ് കറക്റ്റാണ്. അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററും നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ മോർണിംഗ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റെ ഒരു കംപ്ലയിൻ്റൊക്കെ പറഞ്ഞു, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ കാർബറേറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കാർബറേറ്റർ ഒന്ന് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിലൊരു ഒരു കെമിക്കൽ പോലെ ഒരു പൂപ്പിൽ പോലെ വന്നിരിക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു പെട്രോളിൻ്റെ ഒരു കംപ്ലയിൻ്റാണ്. നമുക്ക് പെട്രോളിൽ ഇപ്പോൾ എത്തനോളിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഈ കാർബറേറ്ററിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിടാം. ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഈ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. അത്യാവശ്യം ഒരു ഒരു പൂപ്പിൽ പോലെ വന്നിരിക്കുന്നു. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ബ്ലോക്കായി കിടക്കുകയാണ് ഈ സ്ലോ ജെറ്റ്. അപ്പോൾ ഈ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിക്കളയാം. ശേഷം നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റൊക്കെ കാണിക്കുക, ഓവർഫ്ലോ ഒക്കെ എന്തെങ്കിലും കാണിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർബറേറ്ററൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെട്രോളിൻ്റെ ഒരു റിയാക്ഷൻ്റെ പ്രശ്നമാണ്. BS6 മോഡലിന് വരുന്ന പെട്രോളാണ് ഇപ്പോൾ അതിലൊരു 20% മെത്തനോൾ അടങ്ങിയിട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് കാണിക്കുന്നത്. അപ്പോൾ തൽക്കാലം നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്സൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളായാലും വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ അതിൻ്റെ ഈ ഷോക്കപ്പിൻ്റെ ബുഷ് മാറ്റണം. അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട്. ഷോക്കപ്പിന് 2 ബുഷ് മാറ്റണം. പിന്നെ ലിങ്ക് ബുഷ് നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ മതി, ഗ്രീസ് ചെയ്തെടുക്കുക, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ബാറ്ററി ഇരിക്കുന്നത് 2023 ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ വോൾട്ട് കാണിക്കുന്നുണ്ടോ 12.93 ആ ലെവലിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ലൊരു ബാറ്ററി ഓക്കെ ആയിട്ട് കാണിക്കണം. ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ബാറ്ററി കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ വേറൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ പ്ലഗ് കേട്ടോ. പ്ലഗ് ഇരിക്കുന്ന ലൊക്കേഷനാണ് ഇവിടെ ഈ ഭാഗം. അപ്പോൾ പ്ലഗ് നമുക്കത് അഴിഞ്ഞു പോരുന്നില്ല. അപ്പോൾ അഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പ്ലഗ് ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹെഡും സിലിണ്ടറൊക്കെ ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം നമുക്കത് ചെയ്യണമെങ്കിൽ. ഇനി നമുക്ക് പിന്നീട് എങ്ങനെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ കൂടുതൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ പ്ലഗ് അഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലഗ് അഴിക്കാതെ നിർവാഹമില്ല. അങ്ങനെ എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് ഹെഡ് അഴിച്ചിട്ട് ലൈറ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് അപ്പോൾ ചെയ്താൽ മതി. പക്ഷേ വല്ല സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഇനി കൂടുതൽ കാണിക്കുമ്പോൾ അപ്പോൾ ചെയ്താൽ മതി കേട്ടോ. ഇത് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട് അതുകൊണ്ടൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.